हाय फ्रेंड्स, वेलकम टू श्रीलेखा उन्नीताൻസ് വേൾഡ്. आज ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകള് ഹർത്താലിക എന്ന് പറയുന്ന ഒരു വ്രതം നോക്കുന്ന ദിവസമാണ്. ഈ ഹർത്താലിക എന്ന് പറയുന്നത് നമ്മൾക്ക് മലയാളികൾക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എന്താണ് ഹർത്താലിക? ഹർത്താലിക എന്ന് പറഞ്ഞാൽ ഹർത്ത് എന്ന് പറഞ്ഞാല് തട്ടിക്കൊണ്ടു പോകലാണ്, ആലിക എന്ന് പറഞ്ഞാൽ കൂട്ടുകാര്. അപ്പോൾ കൂട്ടുകാരാൽ സഖികളാൽ തട്ടിക്കൊണ്ടു പോകുന്ന ഒന്നെന്നാണ് ഹർത്താലികയുടെ അർത്ഥം. ഈ ഹർത്താലിക ഉപവാസം ആക്ച്വലി നടത്തുന്നത് സ്ത്രീകള് അവരുടെ ഭർത്താക്കന്മാരുടെ ദീർഘായുസിന് വേണ്ടി, അതുപോലെ തന്നെ കുമാരിമാര് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയുമാണ് ഈ ഹർത്താലിക ഉപവാസം നടത്തുന്നത്. ഹർത്താലിക ഉപവാസത്തിന്റെ നടത്തുന്നതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. നമ്മളുടെ സതി ജീവത്യാഗം ചെയ്തു കഴിഞ്ഞ് ഭഗവാൻ ശിവൻ ഒരു വൈരാഗിയായിട്ട് ഇങ്ങനെ തപസ് ചെയ്ത് ജീവിക്കുകയാണ്. അത് കാരണം ലോകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ സതീദേവി പാർവതിയായിട്ട് ജന്മമെടുത്ത് ഒരു കുമാരി രൂപത്തിലേക്ക് എത്തി, പ്രായത്തിലെത്തി. അപ്പൊ ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിഷ്ണു ഒരു ഐഡിയ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? നാരദനെ തനിക്ക് വേണ്ടി പാർവതിയെ വിവാഹം ആലോചിക്കാനാണെന്നും പറഞ്ഞ് ഹിമവാന്റെ അടുക്കിലേക്ക് വിട്ടു. ഹിമവാന് സമ്മതിച്ചു. കല്യാണത്തിന് ഭഗവാൻ വിഷ്ണുവിന്റെ ആലോചനയാ സമ്മതിച്ചു. പക്ഷെ ഇത് അറിഞ്ഞ പാർവതി ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം ഞാന് പരമശിവനെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണ്, ഇപ്പൊ ഭഗവാൻ വിഷ്ണുവിന്റെ ആലോചന വന്നാൽ എങ്ങനെയാണ്? അപ്പൊ പാർവതി ദേവി ഭയങ്കര ദേഷ്യത്തില് തന്റെ കൂട്ടുകാരോട് ചെന്ന് സഖികളോട് ചെന്ന് പറഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടെന്ന്. അപ്പൊ ഈ സഖികൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. നീ ഓടിപ്പോയി നിന്റെ മനസ്സിലെ ഇഷ്ടം ഭഗവാന് പരമശിവനെ അറിയിക്കുക. അപ്പൊ പാർവതി ദേവി അവിടെ ഓടിപ്പോയിട്ട് നമ്മുടെ ഇവിടെ വനത്തിൽ പോയിട്ട് ഇങ്ങനെ ഘോര തപസ് ചെയ്ത് അതില് ഭഗവാൻ ശിവൻ പ്രസാദിച്ച് പാർവതി ദേവിയെ വിവാഹം കഴിച്ചു. അതാണ് കഥ. ഈ ഹർത്താലികയുടെ ഉപവാസത്തില് രാവിലെ എണീറ്റ് കുളിച്ച് ഇങ്ങനെ പൂജ ചെയ്യും. പൂജ ചെയ്യുമ്പോൾ അന്ന് പൂജിക്കുന്നത് ഭഗവാൻ ശിവനെയും അതുപോലെ പാർവതി ദേവിയുമാണ് പൂജിക്കുന്നത്. മണല് കൊണ്ടുള്ള ശിവന്റെ മൂർത്തി ഉണ്ടാക്കിയിട്ട് ആ മൂർത്തിയാണ് അവർ പൂജിക്കുന്നത്. കൂട്ടത്തിൽ പാർവതി ദേവിയുടെ മൂർത്തി ഇങ്ങനെ നമ്മൾ മേടിച്ച മൂർത്തിയാണ്. അതില് പൂവും അതുപോലെ തന്നെ ഇലകളും 5 തരം ഇലകളും ഒക്കെ ഇത് വെച്ചാണ് പൂജിക്കുന്നത്. ആഭരണങ്ങളൊക്കെ ചാർത്തി സാധാരണ പഞ്ഞി കൊണ്ടുള്ള ഒരു മാലയൊക്കെയാണ് ചാർത്തുന്നത്. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപവാസമാണ്. അവർ പാലും പഴങ്ങളും അല്ലാതെ ഒന്നും കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് ചില ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് വൈകിട്ട് നമ്മുടെ പാൽപ്പായസവും പൂരിയും കറിയും ഒക്കെ ഉണ്ടാക്കി അതിന്റെ നിവേദ്യം കാണിച്ചിട്ട് അവര് ഉപവാസം വിടും. പക്ഷെങ്കില് നമ്മള് മഹാരാഷ്ട്രയില് ഇത് ആക്ച്വലി വരുന്നത് ഗണപതി നാളെ ഗണേശ് ചതുർത്ഥിയാണ്. എന്റെ തലേ ദിവസമാണ് ഹർത്താലിക വരുന്നത്. ഇപ്പം നാളെ മഹാരാഷ്ട്രയിൽ മാത്രം ഈ ഉപവാസം നാളെ ഗണപതി ഇരുന്നതിന് ശേഷം ഗണപതിക്ക് ഭോഗ് ചടാനയ്ക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് നിവേദ്യം കാണിച്ചിട്ട് മാത്രമേ അവര് ഉപവാസം വിടത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ഓഫീസിലുള്ള കുറച്ച് പെൺകുട്ടികള് അവർ ഈ ഉപവാസം നടത്തുന്നുണ്ട്. അവരുടെ പൂജയുടെ വീഡിയോ ഞാൻ ഇതുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം അത് കണ്ടു നോക്കണം.
ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു പുതിയ അറിവല്ലേ, അപ്പൊ നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്റെ വീഡിയോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.